3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അതിമനോഹരമായ വീട്. ഇവിടെ നമ്മളുടെ കംപ്ലീറ്റ് വിൻഡോസ് നമ്മൾ സപ്ലൈ ചെയ്ത സ്റ്റീൽ വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സാധാരണ സ്റ്റീൽ വിൻഡോസിൽ ആളുകൾ ചോദിക്കാറുണ്ട് ഇതിന് പെയിന്റ് ഫിനിഷ് ഏത് കളറാണ് മാച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ. സാധാരണ കേസിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എപ്പോക്സി പ്രൈമർ ഫിനിഷിലാണ് അത് നമ്മൾ ഡെലിവറി ചെയ്യാറുള്ളത്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ എപ്പോക്സിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഈ കസ്റ്റമർ ഇവിടെ വൈറ്റ് തീമിലോട്ടാണ് കംപ്ലീറ്റ് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, PU വൈറ്റ് കളർ പെയിന്റ് ആണ്, മെറ്റൽ പെയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബേ വിൻഡോയും ഈ ബെഡ്റൂമിൽ മുകളിലത്തെ ബെഡ്റൂമാണ്. ഇവിടെ സെൻട്രലിൽ ബെഡ് കോട്ട് വരുന്ന ഏരിയയാണ്. 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോയും ഇവിടെ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫാന് സെപ്പറേറ്റ് ആയിട്ടാണ്, വെന്റിലേഷനിലെ വിൻഡോയിലല്ല കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫാനിൻ്റെ പ്രൊവിഷൻ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് 2 ഷട്ടറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് വെന്റിലേഷനിൽ തന്നെ ഫാനിൻ്റെ പ്രൊവിഷനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമ്മൾ മെറ്റലിൻ്റെ സ്റ്റീൽ വിൻഡോസിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ബെഡ്റൂമിൻ്റെ ഡോർ ഫ്രെയിം വരുവാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത ഫ്രെയിംസ് എല്ലാം 4x3 സൈസാണ്, 4 ഇഞ്ച് 3 ഇഞ്ച്. നല്ല ഫിനിഷിങ്ങിലാണ്. ഈ ഒരു ഫിനിഷിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. എപ്പോക്സി പ്രൈമർ ഫിനിഷിലാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതിന് ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. SS-ൻ്റെ 304 ഗ്രേഡിൽ വരുന്ന ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വുഡൻ ഡോറോ അല്ലെങ്കിൽ WVC ഡോറൊക്കെ ഇതിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓപ്പൺ ടെറസിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഡോർ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ ഫ്രെയിം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിന് ബോട്ടം സില്ല്, അടിപ്പടി എന്നൊക്കെ നമ്മൾ പറയും, പടി കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ബെഡ്റൂമിന് പടി കൊടുത്തിട്ടില്ല. നമ്മൾ ഔട്ട് സൈഡിലുള്ള ഡോറുകൾക്കൊക്കെ പടി കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഇവിടെ ലിവിങ് ഏരിയയാണ്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വുഡൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ലിവിങ് ഏരിയൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ഗ്ലാസ് ഹാൻഡ് റെയിൽ കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിൻഡോ കാണാം. ഇത് ഓപ്പൺ ടെറസിലോട്ടുള്ള ഒരു വിൻഡോ ആണ്. അതുപോലെ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ, ഫ്രണ്ട് ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രൈമർ ഫിനിഷിലാണ് ഉള്ളത്. ഇപ്പോൾ പെയിൻറ്റ് ഫിനിഷ് അതുപോലെ മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ 2 വിൻഡോ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ ആണ്, അല്ലാതെ 3 കള്ളി വിൻഡോ, രണ്ട് ടൈപ്പ് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ബേ വിൻഡോ, ഒന്ന് നോർമൽ ടൈപ്പ് വിൻഡോ. ഈ ബേ വിൻഡോ ഫ്രണ്ട് ഏരിയയിലോട്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്റൂമിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രീതിയിലുള്ള വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. 2 ഫ്രെയിം കൊടുത്തിട്ടുള്ള രീതിയിൽ 2 അടപ്പാണ് അതിന് വന്നിട്ടുള്ളത്. 2 ഷട്ടറിലുള്ള വെന്റിലേഷൻ വിൻഡോ. അതുപോലെ ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി പുറത്തോട്ട് വരുന്ന സമയത്ത് ഫ്രണ്ട് ബാൽക്കണി വരുന്ന ഈ ഏരിയയിൽ ഒരു ഡോർ ഫ്രെയിം സ്റ്റീലിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു 2 കള്ളി ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ 2 ഷട്ടർ വിൻഡോക്ക് വേറെ പ്രത്യേകത ഉള്ളത്, ഇതിന് ഷട്ടർ ആയിട്ട് വരുന്നില്ല. ഇതൊരു ഫിക്സ്ഡ് വിൻഡോ ആണ്. ഫിക്സ്ഡ് വിൻഡോ എന്ന് പറയുമ്പോൾ സാധാരണ സ്റ്റെയർ കേസിൻ്റെ ഏരിയകളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്പേസിൽ പിന്നീട് ഗ്ലാസ് ഇടണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മളിവിടെ ഫിക്സ്ഡ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രൂ ഈസി ആയിട്ട് ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്ലാസ് ഇട്ട് സിലിക്കോൺ ചെയ്ത് ആ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിക്സ്ഡ് വിൻഡോ കാര്യങ്ങൾ കിട്ടി. സേഫ്റ്റിക്കായിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഓപ്പോസിറ്റ് ഈ ഒരു ലിവിങ് ഭാഗത്ത് വരുന്ന സ്റ്റെയർ കേസിൻ്റെ സൈഡ് ഇപ്പുറത്തും ലിവിങ്ങിൻ്റെ ഏരിയ ഈ ഭാഗത്താണ്. ഇത് സെൻറ്ററിൽ ഫ്രെയിം കൊടുക്കാതെ ചെയ്ത ഒരു വിൻഡോ ആണ്. കുറച്ച് സൈസ് കൂടിയ വിൻഡോ ആയതുകൊണ്ട് ഇതിന് 8 mm തിക്നെസ്സിൻ്റെ ഗ്ലാസിൻ്റെ ഒരു ഏരിയ നമ്മൾ അതിൽ വിട്ടിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പ്, 8 mm തിക്നെസ്സിൻ്റെ ഗ്ലാസ്സിന് അതിൽ സൂട്ടാവുന്നുള്ളൂ. ഇതിനകത്ത് 8 mm വരെ ഗ്ലാസ് കയറും. നമുക്ക് എത്ര തിക്നെസ് ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ലിവിങ്ങിൻ്റെ ഏരിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്, ബാൽക്കണി. ഇനി നമുക്ക് ഇതിന് അകത്തോട്ട് വരുവാണെങ്കിൽ ഓപ്പൺ ടെറസിൽ ഇവിടെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് പെയിൻറ്റിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും, എങ്കിലും ഫിനിഷിങ്ങും നമുക്ക് നന്നായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വിൻഡോസിൻ്റെ ഷട്ടറുകളെല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളുടെ ഷട്ടേഴ്സ് എല്ലാം സ്റ്റീലിൽ നമ്മൾ ഷട്ടർ ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യേണ്ട രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത് സാധാരണ. ഇനി നമുക്ക് താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മെറ്റൽ സ്റ്റെയർ കേസാണ് ഈ വീടിനകത്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വുഡൻ വർക്ക് നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെറ്റൽ
വർക്കുകളും സ്റ്റെയർ കേസ് ഗ്ലാസ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള വിൻഡോസ് കൂടാതെ നമ്മൾ ഈ സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് മഹാഗണി വുഡാണ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ചർ കംപ്ലീറ്റ് ഒരു സിംഗിൾ സ്ട്രിങ് മോഡൽ സെൻറ്ററിലൂടെ പോകുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഈ വുഡിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വുഡ് നമ്മൾ പറഞ്ഞ പോലെ മഹാഗണി ട്രീറ്റഡ് വുഡാണ്, കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്ത വുഡാണ്. ഇതിൽ സ്റ്റെപ്പിൽ ജസ്റ്റ് ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വിൻഡോസ് കാണിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ മുകളിൽ കൊടുത്ത ആ സിംഗിൾ വിൻഡോൻ്റെ നേരെ താഴെ നമുക്കൊരു ഡിസൈൻ ടൈപ്പ് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ട്യൂബ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ കൊടുത്തിട്ടാണ് നമുക്ക് വിൻഡോ ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോസ് നമുക്ക് ഏത് സൈസിലും ഏത് ഡിസൈനിലോട്ടും നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വിൻഡോസിൻ്റെ മെറ്റീരിയൽ കംപ്ലീറ്റ് നമ്മൾ ടാറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ മാത്രമാണ് നമ്മൾ വിൻഡോസ് ചെയ്യുന്നത്. സാധാരണ പല ബ്രാൻഡുകളും കുറഞ്ഞ ബ്രാൻഡുകളൊക്കെ വരുന്നുണ്ട്. ഇത് താഴത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള ഒരു വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ വിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഫാനിൻ്റെ പ്രൊവിഷൻ സെപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഫാൻ ഇല്ലാത്ത രീതിയിലും നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു UPVC സ്ലൈഡിങ് വിൻഡോ ആണ് ഇവരിവിടെ താഴത്ത് ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കിച്ചണിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ചെറിയ സൈസിലുള്ള ഒരു വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രെയിം സൈസ് കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ. അതുപോലെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ഡോർ ഫ്രെയിമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ടുള്ള ഡോർ ഫ്രെയിമും ഇൻക്ലൂഡിങ് ഷട്ടർ ഡോർ അടക്കം നമ്മൾ സ്റ്റീലിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓപ്പൺ ടെറസിലോട്ടും കിച്ചണിൽ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്ന സിംഗിൾ ഷീറ്റ് ഡോറുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ താഴത്തെ ബെഡ്റൂമാണ്. താഴത്തെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. മുകളിലത്തെ അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെ. അതുപോലെയുള്ള 3 കള്ളി വിൻഡോ 2 സിംഗിൾ വിൻഡോയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസൈൻ ടൈപ്പ് 2 വിൻഡോ ആണ്. 2 സൈഡിലായിട്ട് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഒരു ടൈപ്പ് വിൻഡോ, ഒരു H ടൈപ്പ് വിൻഡോ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ വെർട്ടിക്കൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കുത്തനെയാണ് ഈ പൈപ്പുകളെല്ലാം വെച്ച് ചെയ്തിട്ടുള്ളത്. താഴെ വരുന്ന ഭാഗങ്ങളെല്ലാം ഒറിസോണ്ടലായിട്ടും മുകളിലത്തെ ട്യൂബ് മാത്രം വെർട്ടിക്കലായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് ഇത് ഇത്രയും വലിയ ഷട്ടർ ആയതുകൊണ്ട് തുറക്കാനും അടക്കാനും പറ്റുമോ എന്നുള്ളൊരു സംശയം ആളുകൾക്ക് വരാറുണ്ട്. പക്ഷേ നമുക്കത് എപ്പോഴും തുറന്നിടാനുള്ള പർപ്പസിലല്ല, എന്തെങ്കിലും മെയിൻ്റെനൻസ് ആവശ്യത്തിന് നമുക്കത് തുറന്ന് ക്ലീനിങ് പർപ്പസ് കാര്യങ്ങളൊക്കെ നടത്താം എന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ട് ഭാഗത്ത് വലിയ കുറച്ച് സൈസ് കൂടി ഇതേ ഡിസൈൻ തന്നെയാണ് രണ്ടും കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൈസ് കുറവാണ്, ഫ്രണ്ടിൽ കുറച്ച് സൈസ് കൂട്ടിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ ഹൈറ്റ് നമ്മൾ കുറച്ച് 180 സെൻറ്റിമീറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറ് നമ്മൾ 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലും ഈ വിൻഡോ ഫ്രണ്ടിൽ കാണുന്ന 2 വിൻഡോയും 180 ഹൈറ്റിലും, മുകളിലത്തെ വിൻഡോസൊക്കെ നമ്മളൊരു 150-160 ഹൈറ്റുകളിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാ വിൻഡോസും കസ്റ്റമൈസ്ഡ് ആണെന്നുള്ളതാണ് മറ്റു